Chapter 10 The Theory of Firm Under Perfect Competition. Forms of Market. ഇവിടെ മാർക്കറ്റ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. മാർക്കറ്റ് രണ്ട് തരത്തിലാണ്. ഒന്ന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഒന്ന് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ടൈപ്സാണ് മോണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപോളി. അപ്പോൾ ഫോംസ് ഓഫ് മാർക്കറ്റ് രണ്ട് തരത്തിൽ: പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ മോണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപോളി. ഇതിനകത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ വിച്ച് ഫുൾഫിൽസ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ഓർ അസംഷൻസ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻസിൻ്റെ അസംഷൻസ് താഴെ പറയുന്നതാണ്. 8 എണ്ണമാണ് ഉള്ളത്. നമ്പർ 1, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഒത്തിരി ബയേഴ്സ് സെല്ലേഴ്സും ഉണ്ട്. ഹോമോജീനിയസ് പ്രോഡക്റ്റ് എല്ലാവരുടെയും ഒരേപോലെ ഇരിക്കും. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്, എപ്പോൾ വേണമെങ്കിലും കച്ചവടം നടത്താനായിട്ട് വരാം, നിർത്തിപ്പോവാം. പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ്. മാർക്കറ്റ് കണ്ടീഷൻസിനെ കുറിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറിവ് ഉണ്ട്. ദർ ഇസ് നോ സെല്ലിംഗ് കോസ്റ്റ്. അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ഇല്ല, കാരണം ഹോമോജീനിയസ് പ്രോഡക്റ്റ് എല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സെല്ലിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റിൻ്റെ ആവശ്യമില്ല. പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് റിഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് റിഡക്ഷൻ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനാണ്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് റിഡക്ഷൻ്റെ പെർഫെക്റ്റ് മൊബിലിറ്റി ഉണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം. നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല. യൂണിഫോം പ്രൈസ്, എവിടെയും എപ്പോഴും യൂണിഫോം പ്രൈസ് ഒരേപോലെ ആയിരിക്കും. Large number of buyers and sellers. There are large number of buyers and sellers for a commodity in this market. Each one of them is too small relative to market that it can exert no perceptible influence on price. But large number of buyers and sellers for a commodity in the market. ഒരു കമ്മോഡിറ്റിക്ക് ഒത്തിരി ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്. Each one of them is too small relative to market that it can exert no perceptible influence on price. ചെറുതും അല്ലെങ്കിൽ വലുതുമായ ഇഷ്ടം പോലെ ഫോംസ് ഉണ്ടെങ്കിലും ആർക്കും പ്രൈസിൽ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റില്ല. കാരണം പ്രൈസ് മാർക്കറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രൈസാണ്. പ്രോഡക്റ്റ് ഒരേപോലെ ഇരിക്കും, അതുകൊണ്ട് പ്രൈസ് എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഹോമോജീനിയസ് പ്രോഡക്ട്സ്. All firms produce homogeneous product. As a result, the buyers cannot distinguish between the product of one firm and that of another. എല്ലാ പ്രോഡക്റ്റും ഒരേപോലെ ആയിരിക്കും. അതുകൊണ്ട് ബയേഴ്സിന് ഇന്ന ആളുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ന്യൂ ഫോംസ് ഹാവ് അബ്സല്യൂട്ട് ഫ്രീഡം ടു എൻട്രി ഇൻ ടു ദ ഇൻഡസ്ട്രി ആൻഡ് ലീവ് ഫ്രം ദ ഇൻഡസ്ട്രി. ന്യൂ ഫോംസ് ഹാവ് അബ്സല്യൂട്ട് ഫ്രീഡം. പുതിയ ഫോംസിന് എപ്പോൾ വേണമെങ്കിലും പുതിയ ഫോംസ് അല്ലെങ്കിൽ വ്യവസായം തുടങ്ങാം, നിർത്തിപ്പോവാം. പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദി മാർക്കറ്റ്. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഹാവ് പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദി പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. ദെയർഫോർ അഡ്വർടൈസ്മെൻറ്റ് ബിക്കം അൺനെസസറി. ദർ ഇസ് നോ സെല്ലിംഗ് കോസ്റ്റ്. ബയേഴ്സിനും സെല്ലേഴ്സിനും എപ്പോഴും പെർഫെക്റ്റ് നോളജ്, തികഞ്ഞ ഒരു അറിവ് വിലയെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യമില്ല. അതുകൊണ്ട് സെല്ലിംഗ് കോസ്റ്റ് ഇല്ല. ഇനി പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ്. Factors of reduction have perfect freedom to move in to better paid industries. Factors of reduction എപ്പോഴും പെർഫെക്റ്റ് ഫ്രീഡം ഉണ്ട് എങ്ങോട്ട് മൂവ് ചെയ്യാൻ ആയിട്ടും. എവിടെയാണോ കൂടുതൽ കിട്ടുന്നത്, കൂടുതൽ സാലറി ആയിട്ടോ എന്താണെങ്കിലും കൂടുതൽ കിട്ടുന്നത്, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. As goods are produced at a particular place, there is no transportation cost. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും, അതുകൊണ്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല. യൂണിഫോം പ്രൈസ്. സിൻസ് ദർ ഇസ് നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ദ കമോഡിറ്റി ഹാവ് സെയിം പ്രൈസ് എവറിവെയർ ഇൻ ദ മാർക്കറ്റ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് കമോഡിറ്റിക്ക് ഒരേ പ്രൈസായിരിക്കും മാർക്കറ്റിൽ എല്ലായിടത്തും. റവന്യൂ കർവ് ഉണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. In perfect competition, a firm can sell as many units of a commodity as it desires at the fixed price.
In perfect competition, firm can sell as many units of a commodity as it desires at fixed price. Since additional units are sold at the same price, firms' average and marginal revenue become equal. The corresponding AR and MR curves is 1 and is a straight line parallel to x-axis. Thus, under perfect competition, AR is equal to MR is equal to price. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആവറേജ് റവന്യൂ ഇസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ ഇസ് ഈക്വൽ ടു പ്രൈസ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് AR ആൻഡ് MR കർവ് ഈസ് 1. ഇവിടെ AR കർവും MR കർവും ഒന്നാണ് ആൻഡ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ആവറേജ് റവന്യൂ കർവും MR കർവും ഒന്നാണ്. ഇവിടെ ഒരു റവന്യൂ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഔട്ട്പുട്ട് 1 2 3 4 5, പ്രൈസ് 5 ആണ്. പ്രൈസ് ഒരു ഫിക്സഡ് പ്രൈസാണ്. ടോട്ടൽ റവന്യൂ 5 10 15. ഇവിടെ ഔട്ട്പുട്ട് കൂടുന്തോറും പ്രൈസ് റവന്യൂ 5 10 15 20 25. മാർജിൻ റവന്യൂ 5 5 5 ആയിട്ട് നിൽക്കുന്നു. കാരണം ടോട്ടൽ റവന്യൂവിൽ വരുന്ന മാറ്റമാണല്ലോ മാർജിൻ റവന്യൂവിന് വരുന്ന മാറ്റം. ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എ ഫേം ക്യാൻ സെൽ മെനി യൂണിറ്റ്സ് ഓഫ് എ കമോഡിറ്റി ആസ് ഇറ്റ് ഡിസൈഡ് അറ്റ് ദി ഫിക്സഡ് പ്രൈസ്. അപ്പോൾ ഈ ഷെഡ്യൂളിൽ പ്രൈസ് ഫിക്സ്ഡ് ആണ്. ഔട്ട്പുട്ട് കൂടുന്നുണ്ടെങ്കിലും പ്രൈസ് ഈസ് ഫിക്സഡ്. സോ ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ കർവ്. ഇവിടെ 2 ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഒന്ന് സപ്ലൈ കർവ്, ഒന്ന് ഡിമാൻഡ് കർവും. അപ്പോൾ സപ്ലൈ ഡിമാൻഡ് കർവ് ഈക്വൽ ആവുന്ന പോയിന്റിൽ പ്രൈസ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും തീരുമാനിച്ചു. അപ്പോൾ ആ പ്രൈസ് തന്നെയാണ് AR കർവ്, MR കർവ് ഇസ് ഈക്വൽ ടു പ്രൈസ്. അപ്പോൾ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് ഇസ് ഈക്വൽ ടു AR ഇസ് ഈക്വൽ ടു MR ഇസ് ഈക്വൽ ടു പ്രൈസ്. അത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഈ കർവിൻ്റെ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ AR കർവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ MR കർവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ഇനി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. എ ഫേം പ്രൊഡ്യൂസസ് ആൻഡ് സെൽ എ സർട്ടൻ എമൗണ്ട് ഓഫ് എ ഗുഡ്. എ ഫേം പ്രൊഡ്യൂസസ് ആൻഡ് സെൽ എ സർട്ടൻ എമൗണ്ട് ഓഫ് ഗുഡ്സ്. ഒരു ഫേം കുറച്ച് എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, വിൽക്കും. ദ ഫേംസ് പ്രോഫിറ്റ് ഡിനോട്ട് ബൈ, ഈ ഒരു ചിഹ്നം കണ്ടാണ് ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ചിഹ്നം ആൻഡ് ഈസ് ഡിഫൈൻഡ് ടു ബി ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ടോട്ടൽ റവന്യൂ ആൻഡ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതുണ്ടോ, ഇതാണ് പ്രോഫിറ്റിനെ കാണിക്കുന്ന ചിഹ്നം. അപ്പോൾ ദസ് ഇൻ അതർ വേർഡ്സ് ഈ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. So profit is equal to total revenue minus total cost. At what output level is the firm's profit maximized? At what output level is the firm's profits maximized? There are 3 conditions for short run profit maximization. For short run profit maximization, ഇവിടെ price is equal to marginal cost at Q. Marginal cost is non-decreasing at Q. പ്രൈസ് ഓഫ് AVC അറ്റ് Q ഇൻ ഷോർട്ട് റൺ. അപ്പോൾ 3 കണ്ടീഷൻസ്. ഒന്ന്, പ്രൈസും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആയിരിക്കും. പ്രൈസ് ഇസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് അറ്റ് Q ക്വാണ്ടിറ്റി. മാർജിനൽ കോസ്റ്റ് ഈസ് നോൺ ഡിക്രീസിങ് അറ്റ് Q. മാർജിനൽ കോസ്റ്റ് ഈസ് നോൺ ഡിക്രീസിങ്. പ്രൈസ് ഓഫ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് അറ്റ് Q ഇൻ ദ ഷോർട്ട് റൺ. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഇവിടെ പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ പ്രൈസ് ഇസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് അറ്റ് Q. പ്രൈസും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആയിരിക്കും.
അപ്പോൾ പ്രൈസും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആകുന്നത് ഇവിടെയാണ്, ഈ പോയിന്റ്. ഇനി അടുത്ത കണ്ടീഷൻ, മാർജിനൽ കോസ്റ്റ് ഈസ് നോൺ ഡിക്രീസിങ് അറ്റ് ക്യൂ. മാർജിനൽ കോസ്റ്റ് കർവ് നോൺ ഡിക്രീസിങ്, മാർജിനൽ കോസ്റ്റ് കർവ് ഈസ് നോൺ ഡിക്രീസിങ്, അല്ലെങ്കിൽ ഇത് മാർജിനൽ കോസ്റ്റ് കർവ് താഴേന്ന് ആവറേജ് കോസ്റ്റ് കർവിനെ താഴേന്ന് കട്ട് ചെയ്ത് കയറുന്ന പോയിൻ്റാണ് ഇത്. ഇത് കണ്ടോ, മാർജിനൽ കോസ്റ്റ് കർവ് ഇങ്ങനെ താഴേന്ന് കട്ട് ചെയ്ത് കയറി പോരുകയാണ്. ഇതാണ് ആവറേജ് കോസ്റ്റ് കർവ്. അപ്പോൾ ഈ കർവ് ഇങ്ങനെ താഴേന്ന് കട്ട് ചെയ്ത് കയറി പോരുകയാണ് ചെയ്യുന്നത്. അടുത്തത് പ്രൈസ് ഓഫ് AVC അറ്റ് ക്യൂ ഇൻ ഷോർട്ട് റൺ. പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ പ്രൈസ്, ഇതാണ് പ്രൈസ്. പ്രൈസ് ഓഫ് AVC at Q in short run. പ്രൈസ് ഓഫ്, ഇത് ആവറേജ് കോസ്റ്റ് കർവ് റെഡ് കളറിലുള്ളതാണ്. അപ്പോൾ D is equal to AR is equal to MR. D is equal to AR is equal to MR. അപ്പോൾ 3 conditions. P is equal to marginal cost at Q. Price and marginal cost equal ആണ്. Marginal cost is non decreasing at Q. അല്ലെങ്കിൽ marginal cost cut AR curve, AC curve from below. Price of AVC at Q in short run. The supply curve or short run, supply curve and short run. In short run, price must be greater than or equal to minimum of AVC. In short run, price must be greater than or equal to minimum of AVC curve. Therefore, the supply curve of a firm in the short run is upward portion of SMC above the minimum point of AVC. So, supply curve of a firm in the short run is less elastic and it is responsive to changes in prices. The rising portion of marginal cost curve is a firm supply curve. The rising portion of marginal cost curve, ഇവിടെ മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് ഇതാണ്. ഈ റൈസിങ് പോർഷൻ ഓഫ് മാർജിനൽ കോസ്റ്റ് കർവ് ആണ് ഫേമിൻ്റെ സപ്ലൈ കർവ്. ഇവിടെ P0, P1, P2, ഇവിടെ P0 ഒരു പ്രൈസ് ലൈൻ, P1 പ്രൈസ് ലൈൻ, P2 പ്രൈസ് ലൈൻ, അവിടെയെല്ലാം ഇക്വിലിബ്രിയം ഉണ്ട്. E1, G1, E1, F1. അപ്പോൾ ഇതാണ് ഫേമിൻ്റെ ഈ റൈസിങ് പോർഷൻ ഓഫ് MC ആണ് ഫേമിൻ്റെ ഷോർട്ട് റൺ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഇനി സപ്ലൈ കർവ് ഓർ ലോങ് റൺ. ഇൻ ദി ലോങ് റൺ പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് LAC curve. Therefore, the supply curve of a firm in the long run is upward sloping portion of LMC above the minimum point of LAC curve. അപ്പോൾ എന്താണ് the rising portion, upward sloping portion of LMC above the minimum point of LAC curve. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് റൈസിങ് പോർഷൻ ഓഫ് LMC കർവാണ് ഫേമിൻ്റെ ലോങ് റൺ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഷട്ട് ഡൗൺ പോയിൻറ്റ്. ഇൻ ദി ഷോർട്ട് റൺ ദ ഫേം വിൽ ഷട്ട് ഡൗൺ ഇഫ് ഇറ്റ് കനോട്ട് കവർ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഷോർട്ട് റണ്ണിൽ ഫേം ഷട്ട് ഡൗൺ, ഒരു ഫേം
നിർത്താൻ പാകത്തിന്. ഇഫ് ഇറ്റ് കനോട്ട് കവറേജ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, നമ്മുടെ ചിലവ് കവർ ചെയ്തില്ലെങ്കിൽ ഫേം നിർത്തേണ്ട ഒരു അവസ്ഥയിലായിരിക്കും. ദാറ്റ് ഈസ് ദ ഫേം വിൽ കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ് as long as price is greater than average variable cost. ഇപ്പോൾ ഫേമിൻ്റെ പ്രവർത്തനം കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ പ്രൈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കണം. വൺ പ്രൈസ് ഫോൾ ബിലോ ദി പോയിൻറ്റ് ഇറ്റ് മേക്സ് സെൻസ് ടു ഷട്ട് ഡൗൺ ടെമ്പറലി ആൻഡ് സേവ് ദ വേരിയബിൾ കോസ്റ്റ്. വൺസ് പ്രൈസ് ഫോൾ ബിലോ ദാറ്റ് പോയിൻറ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ പ്രൈസ് കുറഞ്ഞു പോയാൽ ഇറ്റ് മേക്സ് സെൻസ് ടു ഷട്ട് ഡൗൺ ടെമ്പറലി. അപ്പോൾ ടെമ്പറലി ആയിട്ടാണെങ്കിലും വേരിയബിൾ ഷട്ട് ഡൗൺ ചെയ്യുക, ഫേംസ് അടയ്ക്കുക എന്നുള്ളതാണ്. ദ ഷട്ട് ഡൗൺ പോയിൻറ്റ് ഇസ് ദ പോയിൻറ്റ് അറ്റ് വിച്ച് ദ ഫേം വിൽ ഗെയിൻ മോർ ബൈ ഷട്ടിങ് ഡൗൺ ദാൻ ഇറ്റ് വിൽ ബൈ സ്റ്റേയിങ് ഇൻ ബിസിനസ്. അപ്പോൾ ഷട്ട് ഡൗൺ പോയിൻറ്റ് ഇസ് ദ പോയിൻറ്റ് അറ്റ് വിച്ച് ഫേം വിൽ ഗെയിൻ മോർ ബൈ ഷട്ട് ഡൗൺ. അപ്പോൾ പ്രൊഡക്ഷൻ നിർത്തി വയ്ക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിനേക്കാൾ ലാഭമായിട്ടുള്ള ഒരു പോയിൻ്റാണ് ഷട്ട് ഡൗൺ പോയിൻറ്റ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എങ്കിലും ലാഭം കിട്ടും. ഇവിടെ ഷട്ട് ഡൗൺ പോയിൻറ്റ് ഇൻ ദ ഷോർട്ട് റൺ ഈസ് ദ മിനിമം ഓഫ് AVC. ഷട്ട് ഡൗൺ പോയിൻറ്റ് ഇൻ ദ ലോങ് റൺ ഈസ് ദ മിനിമം ഓഫ് ലോങ് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ലോങ് റൺ ഷട്ട് ഡൗൺ പോയിൻറ്റും ഷോർട്ട് റൺ ഷട്ട് ഡൗൺ പോയിൻറ്റുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഷട്ട് ഡൗൺ പോയിൻറ്റ് ഇൻ ദ ഷോർട്ട് റൺ, മിനിമം ഓഫ് AVC. അടുത്തത് ഷട്ട് ഡൗൺ പോയിൻറ്റ് ഇൻ ദ ലോങ് റൺ, ഷോർട്ട് റൺ ഇതിൽ പ്രത്യേകിച്ച് കാണിച്ചിട്ടുണ്ട്. ഇനി ബ്രേക്ക് ഈവൻ പോയിൻറ്റ്, ദ പോയിൻറ്റ് വേർ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ഈസ് കോൾഡ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ടോട്ടൽ റവന്യൂ ഈക്വൽ ആവുന്ന പോയിൻ്റാണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. At this point, the producer will have neither profit nor loss. ഇവിടെ ഒരു പ്രൊഡ്യൂസറിന് പ്രോഫിറ്റും ഇല്ല, ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. ദ റവന്യൂ വിൽ ജസ്റ്റ് കവർ ദി എക്സ്പെൻസ്. ഇവിടെ കിട്ടുന്ന ചിലവിന് മാത്രം എന്തോരം ചിലവ് ആയോ അത്രയും വരവും വരുന്നു. ദാറ്റ് ഈസ് പ്രൊഡ്യൂസർ ഈസ് ഗെറ്റിംഗ് നോർമൽ പ്രോഫിറ്റ്. ദ ഫോളോയിങ് ടേബിൾ ആൻഡ് ഡയഗ്രാം വിൽ എക്സ്പ്ലെയിൻ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ഇതാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിക്സഡ് കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ സെയിൽ കൊടുത്തിട്ടുണ്ട്, പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെയിൽ കൂടുതലും പ്രോഫിറ്റ് മുകളിൽ ഇവിടെ ലോസുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റും ഇത് രണ്ടും സെയിൽസും എക്സ്പെൻസും ഈക്വൽ ആകുന്ന പോയിൻറ്റ്, അല്ലെങ്കിൽ റവന്യൂവും എക്സ്പെൻസും ഈക്വൽ ആകുന്ന പോയിൻ്റാണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ഇതാണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലേക്ക്, ബ്രേക്ക് ഈവൻ പോയിൻറ്റിൻ്റെ മുകളിലേക്ക് പ്രോഫിറ്റാണ്, കാരണം അവിടെ സെയിൽസ് കൂടുതലാണ്. പക്ഷേ ബ്രേക്ക് ഈവൻ പോയിൻ്റ് താഴെ സെയിൽസ് കുറവാണ്, കോസ്റ്റ് കൂടുതലും ആണ്. ഇനി ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. In the above diagram, the point E is the break-even point. At this point, the total cost of production equal to total revenue. To the left of point E, the cost exceeds. Hence, the producer is loser. To the right of point E, revenue is more than the cost. Hence, producer is gainer. Any profit and loss.